ചൂണ്ടിയില്ലേ? സാക്കിർ നായിക്കിനെ നേരെ ചൂണ്ടി. നമ്മൾ പറയുന്നത് സാക്കിർ നായിക്കിനെ കുറിച്ച് മതപരമായി നമുക്ക് അഭിപ്രായ ഉണ്ടാവാം, ഉണ്ട്. ആ അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എന്ത് അൺലോഫുൾ ആക്ടിവിറ്റിയാണ് അദ്ദേഹം ചെയ്തതെന്ന് സമൂഹത്തിന് മുമ്പിൽ പറയട്ടെ. ഇപ്പൊ എം അക്ബറിന്റെ കേന്ദ്രം റെയ്ഡ് ചെയ്തു. ആശയപരമായി അദ്ദേഹവുമായി അഭിപ്രായം ഉണ്ട്, സുഹൃത്തുമായി ആശയപരമായ അഭിപ്രായം ശരി. പക്ഷെ അവിടെ റെയ്ഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണ്ടേ, നാളെ നമ്മളെ റെയ്ഡ് ചെയ്യും, നാളെ നമ്മളെ നേർക്കും തിരിയും. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഉദ്ദേശം മറ്റൊന്നുമല്ല, സ്വന്തം മതപ്രബോധനം അവർക്ക് നടത്താൻ സ്വാതന്ത്ര്യമുള്ള പോലെ നമുക്കുമില്ലേ? മതപരമായ പ്രബോധനത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവരല്ലേ ഇത് ചെയ്യുന്നത്? നിയമപരമായി നമ്മുടെ സമൂഹത്തെ ദ്രോഹിക്കാൻ എന്തൊക്കെ കൊണ്ടുവന്നവിടെ? നേരത്തെ ബോംബെയിലൊക്കെ ടാഡ പ്രകാരം അറസ്റ്റ് ചെയ്ത് എത്ര ചെറുപ്പക്കാരുണ്ടായിരുന്നു ജയിലിൽ? ടാഡ ടെററിസം ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണത്. ആ പ്രിവെൻഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട്, ടാഡ ഉപയോഗിച്ചുകൊണ്ട് പലരെയും അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കനത്ത സാന്നിധ്യം കൊണ്ട് അത് നടപ്പാക്കാൻ പറ്റില്ലെന്ന്